നമ്മൾ കർഷകർ ആർക്ക് വോട്ട് ചെയ്താൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്താണ് വിഷയം എന്നുള്ളതാണ്. കാരണം മീഡിയ വൺ ആവട്ടെ, മാതൃഭൂമി ആവട്ടെ, മനോരമ ആവട്ടെ, ഏഷ്യാനെറ്റ്, ഈ ചാനലുകളെല്ലാം ഈ ക്രൈസ്തവ സഭ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങൾ വിശ്രമമില്ലാതെ ഇവർ ഓടി നടക്കുവാണ്. ക്രൈസ്തവ സഭയുടെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല അല്ലേ? കേരളത്തിലെ കർഷകരെ കുറിച്ച്, പ്രത്യേകിച്ച് മലയോര കർഷകരെ കുറിച്ചാണ് പറഞ്ഞത്. ഈ മലയോര കർഷകർ അവർക്ക് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യാൻ അവകാശമില്ലേ? എന്താ സംശയിക്കുന്നത്? ഈ പിതാവിൻ്റെ പ്രസ്താവന കേട്ട് കാലിളകിയ രാഷ്ട്രീയക്കാരോട് എനിക്ക് ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാനുള്ളൂ. രണ്ടാം UPA ഗവൺമെൻറ് എങ്ങനെയാണ് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നതെന്ന് ഇവരൊക്കെ പരിശോധിക്കേണ്ടതാണ്. അന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ഇവിടെ കേരളത്തിലെ, ഇന്ത്യയിലെ കർഷകരുടെ 71,600 കോടി രൂപ എഴുതിത്തള്ളിയ സാഹചര്യം ഉണ്ടായി. കർഷകർക്ക് യഥാർത്ഥത്തിൽ ഗുണം കിട്ടി. ആ UPA ഗവൺമെൻറ് അനുകൂലമായി തീരുമാനമെടുത്തു, ജനങ്ങൾ തീരുമാനമെടുത്തു. ഉത്തരേന്ത്യയിലെ അടക്കം, കൃത്യമായി പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് 2-3 സീറ്റ് മാത്രമുള്ളിടത്തു നിന്നാണ് ഒറ്റയടിക്ക് 21 സീറ്റിലേക്ക് വന്നത്. അപ്പോൾ കർഷകർക്ക് അനുകൂലമായി ഏത് ഗവൺമെൻറ് തീരുമാനമെടുത്താലും അവർക്ക് അനുകൂലമായി കർഷകർ നിൽക്കുമെന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണം ഇന്ത്യ രാജ്യത്തുണ്ട്. ഒരു സംശയം വേണ്ട. ഇവിടെ BJP ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ആര് കർഷകർക്ക് അനുകൂലമായി നിലപാടെടുത്താൽ അവരോടൊപ്പം കർഷകർ നിൽക്കും. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് പിതാവ് പൂർണ്ണമായും കർഷകരോടൊപ്പം നിൽക്കുന്നു. ആ നിലപാട്, പിതാവിൻ്റെ നിലപാട് കറക്റ്റാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടത്. 2 ദിവസം കൊണ്ട് 22 കോടി രൂപ, 7 മാസമായി മുടങ്ങിക്കിടന്ന 22 കോടി രൂപ കർഷകരുടെ അക്കൗണ്ടിൽ എത്തിയെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ പ്രസ്താവന കർഷകർക്ക് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടതും പിതാവിനോടൊപ്പമാണ് കേരളത്തിലെ കർഷകരെന്ന് ഗവൺമെൻറ് ബോധ്യപ്പെട്ടതും കൊണ്ട് മാത്രമാണ് അങ്ങനൊരു തീരുമാനം ഉണ്ടായത്. ഞാൻ ഈ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയെക്കുറിച്ച് പറയാം. മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അപ്പം മീഡിയ വണ്ണിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളത് ആ രീതിയിലുള്ള നിലപാട്. മാതൃഭൂമിയുടെ രാഷ്ട്രീയ ചായ്വും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. മാതൃഭൂമി ചർച്ചയിൽ ബിനോയ് സാറോട് പങ്കെടുത്ത ചർച്ചയിലാണ് അഭിലാഷ് മോഹൻ, നമ്മുടെ കണ്ണൂരുകാരനാണല്ലോ, അദ്ദേഹം ഒരു പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ടാണ് വന്നത്. എന്താണ് പുസ്തകത്തിന്റെ പേര്? ഓർഗനൈസർ എന്ന് പറഞ്ഞ പുസ്തകം. വാരികയാന്ന് തോന്നുന്നു. അതൊരു വാരികയും എടുത്തുകൊണ്ടാണ് വന്നത്. അരമണിക്കൂർ ചർച്ച ഈ ഓർഗനൈസറിൽ BJP അല്ലെങ്കിൽ ഹൈന്ദവ പരിവാർ സംഘടനകളിൽ ഏതോ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. അത് ക്രിസ്മസിന്റെ ആഘോഷങ്ങളുമായി വിരുദ്ധമായ ആർട്ടിക്കിളുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇതൊരു വർഗീയവൽക്കരിക്കണം ഈ വിഷയത്തെ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കർഷകൻ നിലനിൽപ്പിന് വേണ്ടി ഉയർത്തിയ ഒരു ശബ്ദത്തെ വർഗീയവൽക്കരിച്ച് നിശബ്ദരാക്കണം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ അഭിലാഷ് മോഹൻ ചർച്ചയിൽ ഈ ഓർഗനൈസറും എടുത്തുകൊണ്ട് വന്നത് തന്നെ ഇവരുടെ ആ ഒരു ഗൂഢതന്ത്രമല്ലേ കാണുന്നത്. ശരിക്കും മാധ്യമങ്ങൾ കുറച്ചുകൂടി പക്വതാപരമായി പെരുമാറേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ജനങ്ങളുടെ പ്രശ്നം, എന്താണ് കർഷകരുടെ പ്രശ്നം, അത് ജനമധ്യത്തിൽ കൊണ്ടുവരുവാനും അതിനാവശ്യമായ പരിഹാരം കണ്ടെത്തുവാനുമാണ് മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ജനാധിപത്യപരമായ സ്വന്തം അജണ്ട താല്പര്യം, എന്തായാലും ബിസിനസ് മൈൻഡ് ഉള്ളവരാണ്, എല്ലാ വിഭാഗം ആളുകൾക്കും ബിസിനസ് മൈൻഡ് ഉണ്ട്. അതിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടണം, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ബിസിനസ് മൈൻഡ് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ തങ്ങൾ ആർക്ക് വേണ്ടിയാണോ നിലനിൽക്കുന്നത് ആ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വബോധം കൂടി മാധ്യമങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു ചർച്ച നടക്കുമ്പോൾ അത് ഏത് മാധ്യമമാകട്ടെ ആ ചർച്ചയിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കുകയും അവർ പറയുന്നതോടെ കേൾക്കാനുള്ള മര്യാദ കാണിക്കുകയും ആരാണോ ഒരു പ്രസ്താവന, അത് ഏത് സമൂഹത്തിൻ്റെ ഏത് സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും, മതമേലധ്യക്ഷനാണെങ്കിലും, രാഷ്ട്രീയ നേതാവാണെങ്കിലും, സാധാരണക്കാരനാണെങ്കിലും, അല്ലെ സ്പോർട്സ് താരമാകട്ടെ, ആരാണ് ഒരു പ്രസ്താവന നടത്തുന്നതെങ്കിലും അവരെ ഉൾക്കൊള്ളാൻ, അവരെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഉൾക്കൊള്ളാൻ കൂടിയുള്ള മര്യാദ കാണിക്കേണ്ടതാണ്. ഇത് പിതാവിൻ്റെ പ്രസ്താവന വന്നതേ എന്താണ് ചെയ്തത്? മാധ്യമങ്ങൾ ഓരോന്നോരോന്നായിട്ട് രംഗത്തിറങ്ങുകയും ക്രിസ്ത്യാനികളുടെ വോട്ട് മുഴുവൻ നാളെ ഇതാ BJP-യിലേക്ക് പോകുന്നു, NDA-യിലേക്ക് പോകുന്നു എന്നുള്ള പ്രചരണം അഴിച്ചുവിടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എന്താണ് പിതാവ് ആഗ്രഹിച്ചത്? പാമ്പ്ളാൻ പിതാവ് ആഗ്രഹിച്ചത് കൃത്യമായും ഇന്ത്യയിലെ കർഷകർ, പ്രത്യേകിച്ച് കേരളത്തിലെ കർഷകർ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു. റബ്ബർ കർഷകരടക്കമുള്ള എല്ലാ വിഭാഗം കർഷകരും സംരക്ഷിക്കപ്പെടണം. അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കണം. അത് എല്ലാ കാലത്തും കത്തോലിക്കാ സഭ കേരളത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുക്കുന്നു. തലശ്ശേരി അതിരൂപതയിൽ പിതാവ് വന്നതിന് ശേഷം കൂടുതൽ കർഷകരെ അവർ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ ആള്, അതായത് ഈ കുടിയേറ്റ മേഖല കണ്ണൂർ കാസർഗോഡ് ജില്ല തന്നെ ഒരു കാർഷിക മേഖലയാണ്. കർഷകൻ നശിച്ചാൽ അവിടെ പിന്നെ ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞാൽ, ഒരു കച്ചവടക്കാരന് ഒരു മാർക്കറ്റിംഗ്, ഏത് ബിസിനസ്, ഏത് ഫീൽഡിൽ വന്നാലും കർഷകന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ജനജീവിതം സ്തംഭിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇതൊരു നാടിനു വേണ്ടിയിട്ടുള്ളൊരു സ്വരമാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയെക്കുറിച്ച് പിതാവ് പറയുന്നത്.
അതുപോലെ തന്നെ രണ്ടാമത്, മാധ്യമങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ നാളിതുവരെ എല്ലാ കർഷക മുന്നേറ്റങ്ങളെയും ഇവർ രാഷ്ട്രീയം ഉപയോഗിച്ചാണ് നശിപ്പിച്ച് കളഞ്ഞത്. ഉദാഹരണം ഞാൻ പറഞ്ഞ ഇൻഫാം ഒരു സ്വതന്ത്ര കർഷക സംഘടനയായിട്ട് വന്നതാണ്. പക്ഷെ അതിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി അത് ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. അല്ലെങ്കിൽ മതത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാക്കി അത്. അതുപോലെ നിങ്ങൾക്കാണ് തന്നെ അറിയാം, ഇത്രയും സ്വതന്ത്ര കർഷക സംഘടനകൾ ചിതറിപ്പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ തന്നെയാണ്. അതായത് കർഷകർ ഒരുമിക്കുന്നതിൽ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറക്കെ പറയുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ CPIM-ന്റെ സെക്രട്ടറി തൊട്ട് മുഖ്യമന്ത്രി വരെ ഈ നമ്മൾ പറഞ്ഞ ആ കാര്യത്തിലപ്പുറം അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ കർഷകരെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഭയപ്പെടുന്നുണ്ട് അല്ലേ? 100%. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കർഷകർ ഒരു നിലപാടെടുത്താൽ ഏത് ഗവൺമെൻറ്റുകൾക്കും അതിൻ്റെ ദോഷമുണ്ടാവും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ദോഷമുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പിതാവിൻ്റെ ഒരു പ്രസ്താവന, അത് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ കർഷകരും ഉൾക്കൊണ്ടാൽ ഉണ്ടാകാവുന്ന വലിയ ഭവിഷ്യത്തിനെക്കുറിച്ച് ഇവിടുത്തെ മുന്നണികളും രാഷ്ട്രീയക്കാരും ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ പെട്ടെന്ന് അലർട്ടാകുകയും ഏത് തരത്തിലാണെങ്കിലും പിതാവിനെ ആക്രമിക്കാനും ഒരു ശ്രമം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. ഞാൻ കാണുന്നത് ഇവിടെ ടൈറ്റാനിക് മുങ്ങിയ അതേ അവസ്ഥയാണ് ഇന്ന് കേരള സംസ്ഥാനത്തുള്ളത്. ഒരാൾ പോലും രക്ഷപ്പെടാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇവിടെ നമ്മൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയുണ്ട്. ഒരു ദിവസം മഹാരാഷ്ട്രയിൽ 8 കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. ഈ രീതിയിൽ പോയ വലിയ അപകടത്തിലേക്ക് മഹാരാഷ്ട്ര പോകുന്നു എന്ന് പറയുന്ന സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെന്നുള്ള ചിന്തയോടും കാഴ്ചപ്പാടോടും കൂടിയാണ് കേരളത്തിലെ കർഷകരെ രക്ഷിക്കണം, അത് ആര് രക്ഷിച്ചോ അവരോടൊപ്പം കർഷകരുണ്ടാവുമെന്ന് പിതാവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ ആ ഒരു പ്രസ്താവനയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. യഥാർത്ഥത്തിൽ എന്താണോ പിതാവ് ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തിലെ കർഷകരെ രക്ഷിക്കണമെന്നുള്ള അത് രാഷ്ട്രീയക്കാർ കണ്ടെത്താനും അത് അംഗീകരിക്കാനും കർഷകരോടൊപ്പം നിൽക്കുവാനും അവർ തയ്യാറാകണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതായത് അവരുടെ നിലപാടുകളിൽ വന്ന കാപട്യം അവർ തിരുത്തി ജനപക്ഷത്തും കർഷകപക്ഷത്തും നിൽക്കുന്നതിന് പകരം സത്യം വിളിച്ചു പറഞ്ഞ ആളെ ക്രൂശിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ശരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ദിവസങ്ങളിലൊക്കെ ചില വിമർശകർ ചോദിച്ച ചോദ്യം, പാമ്പളാനി പിതാവിന് എവിടെയാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു LDF ജയിച്ചത് ഒരു 2000 അല്ലെങ്കിൽ 3000 വോട്ട് ഭൂരിപക്ഷമായിരിക്കും. UDF ജയിച്ചത് 2-3000 ഭൂരിപക്ഷത്തിലായിരിക്കും. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ എത്ര ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ടാകും, എത്ര കർഷകരുടെ വോട്ടുകൾ ഉണ്ടാകും? ഈ കർഷകർ അവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്താൽ കർഷകർക്ക് ആരെയാണ് ജയിപ്പിക്കാൻ മേലാത്തത്? ശരിയല്ലേ? 100%. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചുകൂടി പക്വതയും കർഷകരുടെ ആവശ്യങ്ങളോടൊരു തുറവിയും കാണിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. പഞ്ചാബിലാണെങ്കിലും പിന്നെ ഉത്തർപ്രദേശിലാണെങ്കിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മഹേന്ദ്ര സിംഗ് ടികായത്തിൻ്റെ ഒക്കെ കാലത്ത് കർഷകർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കാൻ തന്നെ. ഞാൻ ഉറപ്പ് പറയുന്നു, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പഞ്ചാബിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് കർഷക സമരത്തിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്, ഒരു സംശയമില്ല. സമാനമായ സാഹചര്യം ഏത് സംസ്ഥാനത്തുണ്ടായാലും ആ സംസ്ഥാനത്ത് അതേ കർഷക രാഷ്ട്രീയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കർഷകരോടൊപ്പം ചേർന്ന് നിൽക്കാൻ മാത്രമല്ല, കർഷകരോട് ചേർന്ന് നിൽക്കാൻ ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഈ രാഷ്ട്രീയക്കാർക്ക് ഉത്തരവാദിത്തമുള്ളത്. ഈ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് ഈ കർഷകൻ ഇന്നും ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും 3 നേരം ഭക്ഷണം കഴിക്കുന്നത്. 2019 ഡൽഹിയിൽ നടന്ന ഒരു കർഷക ക്യാമ്പ്, ആ ക്യാമ്പിൽ വെച്ച് 200 പേർ പങ്കെടുത്ത ക്യാമ്പിൽ വെച്ച് ആ കർഷക ശാസ്ത്രജ്ഞൻ ഒരു കാര്യം പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഒരു ദിവസം കൃഷി നഷ്ടമായതുകൊണ്ട് ഒരു ദിവസം 2000 കർഷകർ ഇന്ത്യ രാജ്യത്ത് കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ്. ഇങ്ങനെ പോയാൽ 2050 ആകുമ്പോഴേക്കും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പട്ടിണി കിടക്കും എന്ന് പറഞ്ഞ ഒരു സത്യമുണ്ട്. ആ സത്യം ഉൾക്കൊള്ളാൻ രാഷ്ട്രീയക്കാർ കാണുന്നതാണ്. അടുത്ത തലമുറ ഇവിടെ ജീവിക്കണമോ, അത് ഈ രാഷ്ട്രീയക്കാരുടേതാണെങ്കിലും മതമേലധ്യക്ഷന്മാരുടെ ആണെങ്കിലും ആരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അത് രാഷ്ട്രീയത്തിന് അതീതമായി നമുക്കെല്ലാവർക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമോ, കർഷകൻ നിലനിൽക്കണം. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിതാവ് പറഞ്ഞത്. അത് ഉൾക്കൊള്ളാൻ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അവരുടെ അനുയായികളും തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ വിൽഡുറാൻഡ് പ്രസിദ്ധ ചരിത്രകാരനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു നിരീക്ഷണം, 3 നേരം ഭക്ഷണം കഴിച്ച് മനുഷ്യൻ തുടങ്ങിയ ശേഷമാണ് സംസ്കാരങ്ങൾ ഉണ്ടായതെന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും കൃഷി തുടങ്ങി മനുഷ്യൻ ഭക്ഷണം നന്നായിട്ട് കഴിച്ച ശേഷമേ ഈ പുരോഗമനവാദവും എല്ലാം ഉണ്ടാവുള്ളൂ. വിശന്നിരിക്കുമ്പോൾ ഇതൊന്നും വരത്തില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരത്തിൻ്റെ അടിത്തറ കർഷകരാണ്, നാടിൻ്റെ നിലനിൽപ്പ് അവരിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഭരണവാദികൾക്കുണ്ടായെങ്കിൽ നന്നായിരുന്നു. മറ്റൊരു കാര്യം, ഇപ്പം നമുക്ക് കർഷകർ വിലപേശി എന്നൊക്കെ പറയും. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വിലപേശുമല്ലേ? ഓരോ അവസരത്തിലും വരുന്ന ശമ്പള വർധനവിനനുസരിച്ചല്ലേ അവർ വോട്ട് ചെയ്യുന്നത്. അവരുടെ പെൻഷൻ കട്ട് ചെയ്യുന്ന ഗവൺമെൻറ് അവർ വോട്ട് ചെയ്യുമോ? അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിക്ക് വില പേശാമെങ്കിൽ കർഷകനും വില പേശാനുള്ള അവകാശമുണ്ട്. അത് കർഷകർ തിരിച്ചറിയണം എന്നുള്ളതാണ് അല്ലേ യാഥാർത്ഥ്യം. ഇവിടെ നമുക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് അച്ഛൻ പറയുമ്പോൾ, ഇവിടെ ഓരോ 5 വർഷം കൂടുമ്പോഴും ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഈ കേരള സംസ്ഥാനത്ത് ഒരു കമ്മീഷനെ വെക്കുന്നുണ്ട്. ഓരോ 10 വർഷം കൂടുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് കമ്മീഷനെ വെക്കുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളുണ്ടാകുന്ന ചെലവിൻ്റെ വർധനവിനനുസരിച്ച് ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പളം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർഷകർക്ക് വേണ്ടി അവരുടെ വരുമാനം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് പരിശോധിക്കാൻ ഇവിടെ ആരുമില്ല. ഓരോ പ്രളയങ്ങളുണ്ടാകുമ്പോൾ, കൃഷിനാശമുണ്ടാകുമ്പോൾ കർഷകൻ്റെ വരുമാനം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾക്കൊന്നും വില കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർഷകന് വേണ്ടി ഒരു ശമ്പള കമ്മീഷൻ ഉണ്ടായിരുന്നു. കർഷകൻ്റെ ഇന്ത്യ രാജ്യത്തുണ്ടായ ഒരേ ഒരു ശമ്പള കമ്മീഷനാണ് കർഷകൻ്റെ സ്വാമിനാഥൻ കമ്മീഷൻ കൃത്യമായി ഒരു ഫോർമുല C2+50 എന്ന് പറയുന്ന ഒരു ഫോർമുല തന്നെ കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാൻ വേണ്ടി MSPക്ക് വേണ്ടി നിശ്ചയിച്ചു. പക്ഷേ ഇന്നും എത്രയോ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു, ഇന്നും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പൊടി തട്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് പ്രാബല്യത്തിൽ. അപ്പോൾ ശമ്പളത്തിന് കൃത്യമായി 5 വർഷം കൂടുമ്പോൾ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പള പരിഷ്കരണം വരുത്തുന്ന ഗവൺമെൻറ്റുകൾ ഒരു കാരണവശാലും കർഷകൻ്റെ ഉൽപ്പന്നത്തിന് മിനിമം വില കിട്ടുവാൻ, MSP കിട്ടുവാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ആ കൊടുത്ത റിപ്പോർട്ട്, ഒരേ ഒരു റിപ്പോർട്ട് പോലും അത് പുറത്തെടുക്കുവാനോ അത് പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പാക്കുവാനോ തയ്യാറാകുന്നില്ലെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. സാർ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുക, 2010 കാലഘട്ടത്തിൽ റബ്ബറിന് ഒരു 250 രൂപ വിലയുണ്ടായിരുന്നില്ലേ? 250 രൂപയാണ് അന്ന്. 250 രൂപ വിലയുള്ള റബ്ബർ ഇന്ന് 120 രൂപയോ 150 രൂപയോ താഴെയാണ്. അതേസമയത്ത് 2010 ശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള വർധന 2 തവണ ശമ്പളം വർദ്ധിച്ചിട്ടുണ്ട്. കർഷകൻ 1 കിലോ റബ്ബർ വിറ്റാൽ അവന് കിട്ടുന്നത് പകുതിയായി കുറയുകയും 10 വർഷം കൊണ്ട് ഉദ്യോഗസ്ഥർ അത് 1 2 ഇരട്ടി എന്ന് പറഞ്ഞ പോലെ അവർക്ക് വർദ്ധിച്ച് കിട്ടുകയും ചെയ്യുമ്പോൾ ഈ കർഷകന് വേണ്ടി സംസാരിക്കുന്നത് എങ്ങനെയാണ് വർഗീയതയാവുന്നത്, മതചിന്തയാവുന്നത്, അത് വർഗീയ പാർട്ടികളുമായിട്ടുള്ള കൂട്ടുകെട്ടാകുന്നത്? നാട്ടിലെ കർഷകർ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ ഭരണാധികാരികളെക്കാൾ വലിയ ദുരന്തത്തെ കേരളം വേറെ ഏതാണ് നേരിടാനുള്ളത്? ഞാൻ വിചാരിക്കുന്നത് മഹാപ്രളയം പോലും ഇവിടുത്തെ കർഷകൻ നശിക്കണം, കർഷകൻ്റെ മുന്നേറ്റങ്ങൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ചെറുതാണെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. തിരുക്കുറലിനകത്ത് ഇങ്ങനെ നമ്മൾ പാടും, തമിഴ് കവി എഴുതിയിട്ടുണ്ട്, ഉഴുതുണ്ട് വാഴ്വോരെ വാഴ്വർ മറ്റെല്ലാം തൊഴുതുണ്ട് പിൻചെല്ലവർ. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്നുള്ളത് നാടൻ പ്രമാണം തന്നെയാണ് ഇതിൻ്റെ ഇതിവൃത്തം. കർഷകൻ നാടിൻ്റെ സമ്പത്താണ്. കാർഷിക വ്യവസ്ഥ തകർന്നാൽ, കൃഷി മനുഷ്യൻ ഉപേക്ഷിച്ച് തുടങ്ങിയാൽ നാളെ എങ്ങനെ മനുഷ്യർ സംസ്കാരം മുന്നോട്ട് പോകുമെന്നുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അഭിയന്ത് പാമ്പളാനി പിതാവ് പറഞ്ഞത്, കർഷകനെ പിന്തുണയ്ക്കുന്നവരെ അവർ തിരിച്ച് സഹായിക്കും.